ലക്ഷറി ആൻഡ് നീഷ് ആൻഡ് ഡിസൈനർ പെർഫ്യൂംസുകളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ബഡ്ജറ്റാണ് ഇഷ്യൂ. എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് ബഡ്ജറ്റ്. കാരണം എന്ന് വെച്ചാൽ നീഷ് ആൻഡ് ഡിസൈനർ ബ്രാൻഡ്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. എസ്പെഷ്യലി നീഷൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കാണ് അവിടെയാണ് മിഡിൽ ഈസ്റ്റേൺ ബ്രാൻഡ്സിൻ്റെ പ്രാധാന്യം. അവരാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ നീഷ് ആൻഡ് ഡിസൈനർ പെർഫ്യൂംസിൻ്റെ ഒക്കെ സെയിം ഫ്രാഗ്രൻസ് വളരെ അഫോർഡബിൾ, നല്ല ക്വാളിറ്റിയിൽ നല്ല ബോട്ടിലൊക്കെ ഇറക്കുന്നുണ്ട്. ലത്താഫ് ഇറക്കുന്നുണ്ട്. ലത്താഫിൻ്റെ ഒന്നും ആ പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, ലാസ്റ്റിംഗ് ഒന്നും തീരെയില്ല. അതുകൊണ്ടാണ് ഞാൻ ലത്താഫ് വാരി വലിച്ച് ചെയ്യാത്തത്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് റൈഹാൻ എന്നുള്ള ബ്രാൻഡ്. റൈഹാൻ്റെ 1 2 3 4 5 6 7 8 9 10 11 11 പ്രൊഡക്റ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ദിസ് ഇസ് മീ ഷാഹിദ്. വെൽക്കം ബാക്ക് ടു ഷാഹിദി സെൻ റിവ്യൂസ്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് റൈഹാൻ്റെ ലയൺ. ഇത് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പുതിയ ബോട്ടിൽ ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ച് നമ്മളെ ഫോളോവറിനെ കൊണ്ട് നാട്ടിൽ കൊണ്ടുവച്ചു. ആ ചങ്ങായ സാധനം കൊണ്ട് കളഞ്ഞു. അത് തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തൊരു ചങ്ങായി. വിളിച്ചാലും എടുക്കൂല, മെസ്സേജ് ആയാലും എടുക്കൂല. ഓൻ്റെ അനിയനെ അയച്ചെന്ന് പറഞ്ഞാൽ അനിയൻ്റെ നമ്പർ തിരിച്ച് അതില്ല. എന്തോ ഒരു ഉടായ്പ മണക്കുന്നു. ഞാൻ അതിൽ ഓനെ വെറുതെ വിടില്ല. ഓക്കെ, എന്നാൽ പിന്നെ ബ്രോ സോറി, എൻ്റെ സാധനം പോയിട്ട് ഞാൻ കുറേ ചെക്ക് ചെയ്ത് കാണുന്നില്ല. അതൊന്നുമില്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഫസ്റ്റ് വൺ റൈഹാൻ്റെ ലയൺ JPG അൾട്രാമൈനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം ദിസ് വൺ. ഓക്കെ, ഇതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അഫ്നാൻ 9PM ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇത് രണ്ട് കമ്പയർ ചെയ്തപ്പോൾ ലാസ്റ്റിങ് ഇതാണ് കൂടുതൽ കിട്ടുന്നത്. മാത്രമല്ല സ്മെല്ലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും പക്ഷെ ദിസ് വൺ ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്, ആ ഒരു വനില ടൈപ്പ്, ഒരു ഫ്രഷ് വനില ടൈപ്പ് ഒരു സ്വീറ്റ്നെസ് ഇതിൽ നല്ല രൂപത്തിൽ കിട്ടുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഫെയ്ഡ് ആകുന്നു. ഞാൻ പലപ്പോഴും ഞാൻ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇത് ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഫെയ്ഡ് ആവുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ബോട്ടിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ, മാഗ്നറ്റിക് ആപ്പാണ്, അതും ഹെവി മാഗ്നറ്റിക്കാണ്. കണ്ടില്ലേ, നല്ല ഗ്രിപ്പുണ്ട്, നല്ല രസമല്ല ബോട്ടിലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മാഗ്നറ്റിക് ആപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അറ്റമൈസർ കാണിച്ചു തരാം. നൈസ് അറ്റമൈസർ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ല ഫ്രഷ് ആയിട്ടുള്ള, നല്ല ഫ്രഷ് ലാവൻഡർ, മിൻറ്റി, പച്ചോളി, വെനില, വുഡി ആ ഒരു ബേസിലാണ് വരുന്നത്. നല്ല സൂപ്പർ ഒരു ക്ലാസിക് ടൈപ്പ് ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് എന്ന് പറയാൻ പറ്റും. അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യലുണ്ട്. നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, നല്ല പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് വൺ ദിസ് റൈഹാൻ ലയൺ. ദ സെക്കൻഡ് വൺ റൈഹാൻ്റെ എലിക്സർ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് ജീൻ പോൾ ഗോൾട്ടിയർ ലെമേൽ എലിക്സർ. ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സ്മെല്ലൊക്കെ അടിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം സെയിം ടു സെയിമാണ്. 95% സെയിം ടു സെയിം ആണ് ഈ ഫ്രാഗ്രൻസ് വരുന്നത്. ഓക്കെ, ഇത് വരുന്നത് അറ്റമൈസറാണ്. അറ്റമൈസർ കേട്ടോ, കണ്ടില്ലേ. ഇതും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മിൻറ്റ്, ലാവൻഡർ, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഹണി, വെനില, ടോങ്കബീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇതൊരു സെക്സി സ്പൈസി ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്. വിൻ്ററിലൊക്കെ നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള റൈഹാൻ്റെ ലയൺ നിങ്ങൾക്ക് ഡേ ടൈമിൽ ഉപയോഗിക്കുക, നൈറ്റിലാണ് കൂടുതൽ പ്രിഫർ. അതുപോലെ വിൻ്ററിൽ, മൺസൂണിൽ, ഡാർക്ക്, മൂടി അങ്ങനത്തെ ക്ലൈമറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് വൺ ഇതും അതുപോലെ തന്നെയാണ്. ഈവനിങ് വൈബ്, നൈറ്റ് പാർട്ടി, അതുപോലെ ക്ലബിങ്, ഒരു ഡാർക്ക് ക്ലൈമറ്റിലൊക്കെ യൂസ് ചെയ്യുക ദിസ് വൺ. ഇതും ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ 6 to 8 hours കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനനുസരിച്ചിരിക്കും. എന്തായാലും ഒരു 2 to 3 hours പ്രൊജക്ഷനും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും റൈഹാൻ എലിക്സർ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇംപീരിയ. ക്രീഡവൻഡസിൻ്റെ ഫ്രാഗ്രൻസ് വളരെ അഫോർഡബിൾ. ഇതിന് 50 dirhams വരുന്നുള്ള 100 ml വരുന്നുണ്ട്. ക്രീഡവൻഡസ് ഒരുപാട് ആൾട്ടർനേറ്റീവ് മാർക്കറ്റിലുണ്ട്. അത് ഓരോ ബ്രാൻഡിലോട്ട് ചെല്ലുമ്പോഴും അവരുടെ ബ്രാൻഡ് വാല്യൂ, അതിനനുസരിച്ചുള്ള പ്രസൻറ്റേഷൻ, അതിൻ്റെയൊക്കെ ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇത് വരുന്നുണ്ട്, മോൺബ്ലാങ്ക് വരുന്നുണ്ട്, അതുപോലെ അൽഹറമീന് വരുന്നുണ്ട്. ഓരോന്നിലും ഓരോ ബ്രാൻഡിൻ്റെ വാല്യൂ അനുസരിച്ച് അതിൻ്റെയൊക്കെ റേറ്റും കൂടുതലായിരിക്കും. വളരെ അഫോർഡബിൾ വേണമെന്നുണ്ടെങ്കിൽ റൈഹാൻ ഇംപീരിയ, വൺ ഓഫ് ദ ബെസ്റ്റ് ചീപ്പസ്റ്റ് ക്രീഡവൻഡസിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആണ് റൈഹാൻ ഇംപീരിയ. എനിക്ക് തോന്നുന്നു ക്രീഡവൻഡസിനെയും കാട്ടിയും മച്ച് ബെറ്റർ ആണ് ഈ ഒരു ഫ്രാഗ്രൻസ്. സീരിയസ്ലി ഗായ്സ്, ഇതിലാ ഒക്കമോസിൻ്റെ സ്മെല്ലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിലൊരു ഒക്കോമോസ് വിത്ത് ഒരു സ്മോക്കി വൈബൊക്കെ എടുത്ത് കാണിക്കുന്ന. അതിൻ്റെ ഒപ്പം തന്നെ ഫ്രഷ് ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്, റോസ് ഉണ്ട്, ജാസ്മിൻ ഉണ്ട്,
അങ്ങനത്തെ ഒരു പൈനാപ്പിളിൻ്റെ നോട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സാധനം. ഫ്രഷ് ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു ക്രീഡ വെൻഡസിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ ക്രീഡ വെൻഡസ് ഒറിജിനൽ വാങ്ങാൻ പറ്റുന്ന ഒറിജിനൽ വാങ്ങാം. വളരെ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ റൈഹാൻ ഇമ്പീരിയ. ലാസ്റ്റിംഗ് ഒരു 4, 5, 6, കാരണം ഫ്രഷ് ആണ്, ഞാൻ ഓവറായിട്ട് ലാസ്റ്റിംഗ് പറയുന്നില്ല. പക്ഷേ എനിക്ക് 6 to 8 hours കിട്ടലുണ്ട്. കാരണം ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ്സ് നൈസ് വൺ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ റൈഹാൻ ഓഷ്യൻ റഷ്. നിങ്ങൾക്ക് നോട്ടിക്ക വോയേജ് അതുപോലെ ഡോൾഷെ ആൻഡ് ഗബാന ലൈറ്റ് ബ്ലൂ അതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സിംപ്ലി കാഷ്വലി വെയർ ചെയ്യാൻ പറ്റിയ ദ ബെസ്റ്റ് ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ്റെ ഓഷ്യൻ റഷ്. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ്, അത്ര പറയാനുള്ളൂ. സിംപ്ലി ക്ലീൻ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ക്ലീൻ ഫ്രാഗ്രൻസ്. ദിസ് വൺ ലാസ്റ്റിംഗ് 4, 5, 6 അതിനുള്ളിൽ പ്രതീക്ഷിക്കുക. ദ നെക്സ്റ്റ് വൺ റൈഹാൻ പസഫിക്. ഓക്കെ, റസാസി ഹവാസിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഹവാസിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് സെയിം ഫ്രാഗ്രൻസ് ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ്റെ പസഫിക്. ഓക്കെ, ഇതിൻ്റെ സ്മെല്ല് വരുന്നത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇതൊരു നല്ലൊരു ഫ്രഷ് ബബിൾ ഗമ്മി, ഒരു സിട്രസി വുഡി അറോമാറ്റിക് ആ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ പസഫിക്. അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഒരു 6+ hours ഒക്കെ, 6 to 8 hours കൺഫേം ആയിട്ട് കിട്ടും. പിന്നെ ഒരു 2 to 3 hours ഒക്കെ സൂപ്പർ പ്രൊജക്ഷനാണ് ദിസ് വൺ. ട്രൈ ദിസ്. അതുപോലെ ഇൻവിക്ടസിൻ്റെ ഒക്കെ DN ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ദിസ് വൺ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ റൈഹാൻ്റെ വുഡ് നോയർ. ടോം ഫ്രോഡിൻ്റെ ഊത് വുഡ് അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് വൺ. ഇതിൻ്റെ സ്മെല്ല് നല്ലൊരു വുഡി, നല്ലൊരു സ്പൈസി, ഇതിൽ നല്ല കാർഡമം വിത്ത് പെപ്പറിൻ്റെ സ്മെല്ല് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ കാർഡമം, വെറ്റിവർ ഉണ്ട്, ഊത്, സാൻഡൽവുഡ്, മസ്ക്. ഇതിൻ്റെ ബേസ് നോട്ടും ഇതിൻ്റെ മിഡിൽ നോട്ടും ബേസ് നോട്ടൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡൽവുഡ് വിത്ത് ഊത്, വെറ്റിവർ, ആ ഒരു പെപ്പറിൻ്റെ സ്മെല്ലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സാധനമുണ്ട് ദിസ് വൺ. എനിക്ക് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഞാൻ ടോം ഫ്രോഡിൻ്റെ വുഡ്, ടോം ഫ്രോഡിൻ്റെ ടസ്കൻ ലെതറൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. തന്നെ ഞാൻ പറഞ്ഞത് ടേസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരുടേത്. അപ്പോൾ ടോം ഫ്രോഡിൻ്റെ വുഡിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്രൈ ദിസ് വൺ. ലാസ്റ്റിംഗ് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. 7+ hours ലാസ്റ്റിംഗ് 6 to 8 hours ലാസ്റ്റിംഗ് പക്കായിട്ട് കിട്ടുന്നുണ്ട്. നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യുക. ഒരു 2 to 3 hours പ്രൊജക്ഷനും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ ഇമ്പീരിയ ഇൻറ്റൻസ്. ഇത് ഏതിൻ്റെ ടേക്ക് ഓൺ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ക്രീഡ വെൻഡസ്, അതുപോലെ ഇൻവിക്ടസ്, അതുപോലെ ക്രീഡിൻ്റെ സിൽവർ മൂണിൻ്റെയും വാട്ടറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ്റെ ഇമ്പീരിയ. ഇത് നല്ല നൈസ് സ്മെല്ലാട്ടത്, ഒരു വെറൈറ്റി സ്മെല്ല്. നിങ്ങൾ ഈ സ്മെല്ല് സ്നിഫ് ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കമ്മിയാണ്. ഒരു വെറൈറ്റി സാധനമാണിത്. ആറ്റമൈസർ, മറ്റേ അർമാഫിൻ്റെ ആറ്റമൈസർ പോലത്തെ ആറ്റമൈസർ ആട്ടാ, തൊട്ടെടുത്താൽ മതി. പിന്നെ ഇത് ഏതോ ഒരു വീഡിയോയിൽ മറ്റേ ഗുച്ചി ഗിൽറ്റി അബ്സല്യൂട്ടിൻ്റെ ഒരു ഇൻസ്പയർഡ് എന്ന് പറയുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ, ഞാനത് സ്മെൽ ചെയ്തിട്ടില്ല. ഇത് നൈസ് സ്മെല്ലാണ്. ഇത് 7+ hours ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഒരു വെറൈറ്റി ഫ്രഷ് ഫ്രൂട്ടി അരോമാറ്റിക് ആ ഒരു ഡയറക്ഷൻ പോകുന്ന ഒരു സ്മെല്ലാണ് ദിസ് വൺ റൈഹാൻ ഇമ്പീരിയ ഇൻറ്റൻസ്. ദ നെക്സ്റ്റ് വൺ റൈഹാനിൽ എനിക്ക് ബേസ്റ്റ് മോഡ് എന്ന് പറയാൻ പറ്റിയ ഒരു സാധനം ഉണ്ടെങ്കിൽ റൈഹാൻ്റെ എൽവുഡ് ആണ്. ബേസ്റ്റ് മോഡ് എന്ന് വെച്ചാൽ ബേസ്റ്റ് മോഡ് പെർഫോമൻസ് ആണ്. ഒരു 4 മണിക്കൂറൊക്കെ സൂപ്പറായിട്ടുള്ള പ്രൊജക്ഷനാണ് ദിസ് വൺ. അതുപോലെ ലാസ്റ്റിംഗ് മോർ ദാൻ എ ഡേ, സിമ്പിളായിട്ട് കിട്ടും. എ ഡേ ലാസ്റ്റിംഗ് കിട്ടും. വിൻ്ററിൽ യൂസ് ചെയ്യുക, നൈറ്റിൽ യൂസ് ചെയ്യുക, സമ്മറിൽ യൂസ് ചെയ്യുക, ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ്റെ എൽവുഡ്. ഇതിന് സ്മെല്ല് വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്പൈസി, നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പൈസി വെറ്റിവർ, ഇന്തോനേഷ്യൻ പച്ചോളി, അതുപോലെ സിഡാവുഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഇനി ഈ നോട്ട്സ് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രാഗ്രൻസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്പൈസി ടൊബാക്കോ ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്. ടൊബാക്കോൻ്റെ ഒരു ഫീലിംഗ് അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ടൊബാക്കോ നോട്ട്സ് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും ഈ സ്മെല്ലൊക്കെയാണ് കൂടുമ്പോൾ ഒരു ടൊബാക്കോൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ ഒരു വൈബ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സൂപ്പർ ബീസ്റ്റ് മോഡാണ് ദിസ് വൺ. ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, നല്ല യൂസ് ചെയ്യലുണ്ട് ഈ സാധനം. ദിസ് ഇസ് സൂപ്പർ വൺ.
ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഒരു സെക്സി ലെതർ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ്റെ കോറിയം. അർമാനി സ്ട്രോങ്ങർ വിത്ത് യു ലെതറിൻ്റെ ഒക്കെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ് കോറിയം വരുന്നത്. കണ്ടില്ല, ആ ഒരു ബോട്ടിൽ തന്നെ ഒരു ലെതർ പൗച്ചൊക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നൈസ് വൺ. ഓക്കെ, നൈസ് സ്മെല്ലാട്ടോ. എന്ന് വെച്ചാൽ ആ ഒരു നല്ല സിനമൺ സെക്സി വനില ആ ഒരു ഫ്രാഗ്രൻസിൽ അതിൽ കുറച്ചും കൂടി ലെതറൊക്കെ ആഡ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അർമാനി സ്ട്രോങ്ങർ വിത്ത് യു ആ സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിൽ എല്ലാത്തിലും നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ, ഒരേ ഒരു ഡയറക്ഷൻ, എല്ലാത്തിലും ഒരു ഡയറക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു സെയിം ഡയറക്ഷനിൽ കുറച്ചും കൂടി ലെതർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് റൈഹാൻ കോറിയം. 6 to 8 hours കിട്ടുന്നുണ്ട് വിൻ്ററിൽ, നൈറ്റിൽ, അതുപോലെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഡാർക്ക് മൂഡി ക്ലൈമറ്റിലൊക്കെ യൂസ് ചെയ്യുക. വിൻ്ററിലൊക്കെ നൈസാണ് സാധനം. എനിക്ക് കിട്ടി ലാസ്റ്റിംഗ് 6 to 8 hours കിട്ടിയിട്ടുണ്ട്. 2 hours ഒക്കെ ഈസി പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ദിസ് വൺ സൂപ്പർ സെക്സി നൈസ് ഫ്രാഗ്രൻസ്. ഓക്കെ, ദ ലാസ്റ്റ് 2 വൺ ഇതെൻ്റെ കയ്യിൽ റീസെൻ്റ്ലി എത്തിയതാണ്, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് റൈഹാൻ്റെ ടൈഗർ കാൾ കൊളോൺ എഡിഷൻ റൈഹാൻ ടൈഗർ. ഇത് അവർ ഒരു പുറത്തുള്ളൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്, ഇൻഫ്ലുവൻസറുടെ കീഴിലിറക്കിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് റൈഹാൻ കാൾ കൊളോൺ. റൈഹാൻ്റെ ടൈഗർ ഇട്ടാ, ലയൺ അല്ല ടൈഗർ. ഇത് റൈഹാൻ്റെ ലയൺ, ഇത് റൈഹാൻ്റെ ടൈഗർ. സ്മെല്ല് ഞാൻ പറഞ്ഞുതരാം. സ്മെല്ല് നൈസ് സ്മെല്ലാണ്. ഇത് നല്ല എനിക്കിഷ്ടമാണ് ഈ സ്മെല്ല്. ഇത് നമ്മുടെ പെൻഹരിഗൻസിൻ്റെ ഹെൽഫത്തി അതിൻ്റെ ഒരു ഇൻസ്പയർഡ് ആണിത്. അയ്യോ, നല്ല നട്ട്മഗ്, കാടമം, നട്ട്മഗ്, ലെതർ, പച്ചോളി, ആ ഒരു ഡയറക്ഷനാണ്. ലൈറ്റ് ആയിട്ടുള്ള വനില അങ്ങനത്തെ എന്തോ ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട്. കുറേ സ്മെല്ല് ചെയ്തുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ആ ഒരു സ്പൈസി ഡയറക്ഷനാണ് വരുന്നത്. ദിസ് വൺ ലാസ്റ്റിംഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം. ദ നെക്സ്റ്റ് വൺ റൈഹാൻ്റെ ക്രിംസൺ. ഇത് ക്രീഡിൻ്റെ ഏതാണ്, ക്രീഡിൻ്റെ ഈ ഒരു കളറിലൊരു സാധനം വരുന്നുണ്ട്, പേര് ഞാൻ മറന്നു. അതിൻ്റെ ഒരു ടേക്ക് ഓൺ ആണ് ദിസ് വൺ. ഇത് നല്ലൊരു നീഷ് ടൈപ്പ് ഒരു വെറൈറ്റി സ്മെല്ലാണ് റൈഹാൻ്റെ ക്രിംസൺ, അതുപോലെ റൈഹാൻ്റെ ടൈഗർ. അപ്പോൾ ഇത് രണ്ടും ടെസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതെല്ലാം പാക്കിങ് കാര്യങ്ങളൊക്കെ നൈസാണ്. അപ്പോൾ ഇതാണ് റൈഹാനെ കുറിച്ച് പറയാനുള്ളത്. റൈഹാൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ ഇനി വരാനുണ്ട്. വളരെ അഫോർഡബിൾ ആട്ടോ, ശരിക്കും പറഞ്ഞാൽ അഫോർഡബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും തരുന്നുണ്ട്. റൈഹാൻ്റെ മെയിൻ സൈറ്റിൽ പോയാൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ ഇന്ത്യയിലും ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിലോട്ട് സാധനം ഡെലിവറി ഇന്ത്യയിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ റൈഹാൻ്റെ മെയിൻ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർ നാട്ടിൽ സാധനം അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ റൈഹാൻ്റെ സൈറ്റ് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. പോയി ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.